ഉണ്ടോ BJP ഗവൺമെന്റ് നിങ്ങൾക്ക്? സത്യമായിട്ട് ചോദിക്കുക. ഒരു ഇച്ചിരി ഉളുപ്പെങ്കിലും. സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്നത് ഒരേ പാർട്ടി, എന്നിട്ടും മധ്യപ്രദേശിലെ കുട്ടികൾക്ക് സ്വന്തം പാഠപുസ്തകവും വലിച്ചു കീറി അതിൽ ചോറിട്ട് കഴിക്കേണ്ട അവസ്ഥയാണ്. അത് പിന്നെ എങ്ങനെ അല്ലാണ്ടിരിക്കും? ഈ പറയും പോലെ പാഠപുസ്തകത്തിനൊക്കെ അവർ വില കൊടുക്കുന്നുണ്ടോ? വില കൊടുത്ത് അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വളർത്തിക്കൊണ്ടുവന്നാൽ ഈ പറയുന്ന പാർട്ടിക്ക് ആരെങ്കിലും വോട്ട് കൊടുക്കും? സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ സംഖ്യകളെ കൊല വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശരണ്യ SP എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി കേട്ടോ. സംഖ്യകളെ കൊന്നു തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊരു ഉത്തരം പറയാനില്ല. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം ഒരുപാട് സ്കൂളിലൊക്കെ ഇത്തരം പ്രോഗ്രാമുകളൊക്കെ കാണാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല പ്രോഗ്രാം നടക്കാറുണ്ട്. മിഠായി വിതരണം ചെയ്യും, പായസ വിതരണം ചെയ്യും, ഇതൊക്കെ നടക്കും. ഇതേപോലെ ഈ സംഖ്യകൾ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത്, സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ വിഷമവും സംഖ്യക്ക് ഭയങ്കര വിഷമവും. അങ്ങനത്തെ ഒരു സ്ഥലത്ത് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ഈ ദിനാഘോഷത്തിൽ ഭാഗമായിട്ട് ഭക്ഷണം കൊടുക്കുക. ഒരു പ്ലേറ്റ് പോലും ഇല്ല എന്നുള്ളതാണ്. ആ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് പോലും ഇല്ല. ആ കുട്ടികളെ വെറും നിലത്തിരുത്തിയിട്ട്, സ്കൂളിന്റെ അവസ്ഥ തന്നെ അതിഭീകരമാണ്. ഈ കേരളത്തിലേക്ക് ഇനി വികസനം വന്ന് തള്ളൂന്നാ പറയുന്നത്. അതായത് ഇവിടെ കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസും ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാരൊക്കെ വെക്കുമെങ്കിലും ജനങ്ങളുടെ കാര്യത്തിൽ അത്യാവശ്യം മാന്യമര്യൊക്കെ ഇവർ നോക്കാറുണ്ട്. എന്തായാലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും ഇവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റും കൂടിയിട്ട് അത്യാവശ്യമൊക്കെ വികസനം കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തെ എത്രത്തോളം ഉന്നതിയിലേക്ക് എത്തിക്കാവോ അത്രത്തോളം ഉന്നതിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും ബിസിനസിന്റെ കാര്യത്തിലായാലും റോഡുകളുടെ കാര്യത്തിലായാലും അടിസ്ഥാനപരമായിട്ട് സൗകര്യത്തിന്റെ കാര്യത്തിലായാലും ഒപ്പം തന്നെ അതിതീവ്ര പട്ടിണിയൊക്കെ ഇല്ലാണ്ടാക്കുന്നതിന്റെ കാര്യത്തിലായാലും വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടായാലും കോൺഗ്രസ് പറയുന്ന പോലെ 100 കൊടുക്കാറുണ്ട്, പിന്നെ 5 പോലും കൊടുക്കാതെ 5 പൈസ കൂടി മുക്കിയിട്ട് വീട്ടിൽ കക്കൂസ് ഉണ്ടാക്കുന്ന പരിപാടിയും ചെയ്യുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരെ. അവർ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്ന് കൊടുക്കാൻ പോകുന്നില്ല. അത് വയനാടാണ്. സംഗതി ഇവിടെ കിടക്കട്ടെ. ഇതൊക്കെ കൃത്യമായിട്ട് എത്രയോ കാലമായിട്ട് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവന്മാരുടെ ഒരു ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞത് ഈ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളാണ്, ഈ മണ്ട മുത്തപ്പയെ പോലെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, അതിന്റെ ആള് ഞമ്മളാണ് എന്നൊക്കെ പറയുന്ന വരുന്ന വർത്തമാനത്തിലേക്കാണ് ഇപ്പോൾ സംഖ്യകൾ ഇനി ഇറങ്ങാൻ പോകുന്നത്. നോക്കൂ, ഇവരൊരു പ്രദേശത്ത് കുട്ടികള് അവസാനം അവരുടെ നോട്ട് ബുക്ക് കീറിയിട്ട് ആ നോട്ട് ബുക്ക് കീറിയ ആ ഒരു മഷിയൊക്കെ പുരണ്ട അതിന്റെ മേലെ ഭക്ഷണം വെച്ച് കഴിക്കേണ്ട ഗതികേട് അവിടുത്തെ കുട്ടികൾക്ക് വന്നു എന്നുള്ളതാണ്. എന്റെ പൊന്നു സംഖ്യ കൂട്ടങ്ങളെ, നിങ്ങൾ ആദ്യം അവിടെയൊക്കെ പോയി നേരാക്ക്. നിങ്ങളെ കയ്യിലല്ലേ കേരളം, ഒരുപക്ഷെ നിങ്ങളെ കയ്യിലല്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കുന്തും ഇവിടെ കൊടുക്കുന്നില്ല. ഒരു വലിയ ദുരന്തം വയനാട് ഉണ്ടായിട്ട് പോലും 5 പൈസ കൊടുത്തിട്ടില്ല. നിങ്ങൾ കൊടുക്കില്ല. അത് വലവ് സുരേഷ് ഗോപിയുടെ വായിന്നൊക്കെ വന്നിട്ടുള്ളതാണ്. ഇവിടെ BJP വരട്ടെ എന്നിട്ട് തരാം എന്നുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെ കയ്യിലുള്ള സ്റ്റേറ്റുകൾക്ക് നിങ്ങളൊന്ന് കൈ അയച്ച് സഹായിക്കുന്നേ. അവിടുത്തെ സ്കൂളുകളൊക്കെ ഒന്ന് ഗംഭീരമാക്കട്ടെ. അവിടുത്തെ കുട്ടികൾക്കൊക്കെ നല്ല വസ്ത്രം കൊടുക്കുന്നേ. ഫ്രീ ആയിട്ട് അവർക്ക് എഡ്യൂക്കേഷൻ നടത്താൻ സാധിക്കട്ടെ. അവർക്ക് നല്ല വസ്ത്രം കൊടുക്കൂ, നല്ല പുസ്തകങ്ങളും മറ്റും വാങ്ങിച്ചു കൊടുക്കൂ. ഇതൊന്നും ഇല്ലെന്നേ. അവർ രാവിലെ ആയി കഴിഞ്ഞാൽ ആരാണ് ബീഫ് തിന്നണ്, ആരാ രാമജയ എന്ന് വിളിക്കാത്തത് എന്നൊക്കെ നോക്കി നടക്കുകയാണ് ഇപ്പൊ നിങ്ങളുടെ മക്കള്. എന്തായാലും ഇവർ പറയുന്നത് കേൾക്കൂ. LDF സർക്കാരിന്റെ കേരളത്തില് വികസനം കൊണ്ടുവരാൻ വേണ്ടി നടക്കുന്നവര് ആദ്യം കയ്യിലിരിക്കുന്ന സംസ്ഥാനങ്ങളെ അറ്റ്ലീസ്റ്റ് 2 പ്ലാസ്റ്റിക് പ്ലേറ്റ് എങ്കിലും വാങ്ങിച്ചു കൊടുത്ത് ഉന്നമനത്തിലേക്ക് എത്തിക്കും. എന്നിട്ടല്ലേ ഇങ്ങോട്ട് ഈ പറയും പോലെ കേന്ദ്രത്തിന്റെ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാതെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ നടന്നു പോകുന്നുണ്ട്. ഈ പറയുന്ന പ്രൊമോഷനും അതുപോലെ ഇവർക്ക് എന്താ ബ്രാൻഡിങ് ഒക്കെ കൊടുക്കാത്ത ആ മാതിരി ബ്രാൻഡിങ് നമുക്ക് വേണ്ട. ഇവരിങ്ങനെ നടത്തി കഴിഞ്ഞ സമയത്ത് കേരളത്തിൽ ചില സംഖ്യകൾക്ക് ഈ ഇവരുടെ ഒരു വർത്തമാനം തീരെ ഇഷ്ടമായില്ല. കൊന്നു കൊല വിളിച്ച് തേച്ചൊട്ടിച്ച് പണ്ടാറെടുക്കല്ലേ. അവസാനം ഒരു ചേട്ടൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ആ ചേട്ടൻ ഇതാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന സംഖ്യ ചേട്ടന് ഭയങ്കര വിഷമം. ഞാൻ ഈ പറയും പോലെ അവരുടെ BJP ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ മധ്യപ്രദേശിലെ റിപ്പബ്ലിക് ഡേയുടെ അന്ന് അവിടുത്തെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികൾക്ക് പറയും പോലെ താഴെ പേപ്പർ കീറിയിട്ട് ഭക്ഷണം കൊടുത്തതിനെതിരായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ ഒരു വലിയ പ്രസംഗം തന്നെ പറയുന്നുണ്ട്. എന്നെ കമ്പനിന്നും എന്റെ അച്ഛനെ അമ്മ ഉൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതിനൊക്കെ ആയിട്ട് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നിക്ക് ശരണേ ഒന്ന് നിർത്തോട്ടോ. ഇവരെ കമ്പനി വിളിച്ചു, ഇവരെ അച്ഛനും അമ്മയൊക്കെ വിളിച്ചു പറഞ്ഞു. ഈ സംഖ്യകൾ ഒരു വലിയ പ്രശ്നമാണ്. അവർക്ക് സംസാരിക്കാൻ അറിയില്ല. ഒന്നാമത് വിദ്യാഭ്യാസമില്ല. അതുകൊണ്ട് തന്നെ ആളുകളുമായിട്ട് എങ്ങനെ പെരുമാറാൻ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് വലിയ പിടുത്തമില്ല. ഇവരൊന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചിലപ്പോൾ കൊങ്ങി കുടിച്ചു കളയുമ്പോൾ ചിലപ്പോൾ മേത്തേക്ക് കയറുക നമ്മൾ അടിച്ചെന്ന് വരും. കാരണം സംസാരിച്ച് നിൽക്കുക ഇവർക്ക് കഴിയില്ല. ആശയം കൊണ്ട് നേരിടാൻ ഇവർക്ക് അറിയില്ല എന്നർത്ഥം. ആയുധം കൊണ്ടാണെങ്കിൽ ആയുധം കൊണ്ട് നേരിടാം. ഇതല്ല,
വർത്തമാനം പറയുമ്പോൾ തിരിച്ച് വർത്തമാനം പറഞ്ഞ് നിൽക്കാൻ കഴിയില്ല. എങ്ങനെ കഴിയുന്നേ? അമ്മാതിരി അബദ്ധങ്ങളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇവർക്ക് എന്തെങ്കിലും പറഞ്ഞ് നിൽക്കാൻ കഴിയുമോ? എന്തായാലും ഇവർ ഉത്തരം കേൾക്കൂ. പ്രസംഗം വേസ്റ്റ് ആണ്. കുറെ സംഖ്യകൾ അതിന്റെ താഴെ വന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലും ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിലും മാത്രം ഇരിക്കാതെ കുറച്ചൊക്കെ പുറത്തിറങ്ങിയിട്ട് ന്യൂസസ് കാണാൻ എടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഈ പറയുന്ന ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെ അച്ചടിച്ച് വന്ന കാര്യം തന്നെയാണ് ആ ഒരു ന്യൂസ്, അല്ലാതെ ഇങ്ങനെ ഫേക്ക് ന്യൂസ് പരത്തിയതല്ല. സോ ചേട്ടൻ പ്രസംഗിച്ച മൊത്തം പ്രസംഗത്തിനും ഇവിടെ വെച്ച് ഒരു അർത്ഥം ഇല്ലാതാവുകയാണ്. പിന്നെ ഈ പറയുമ്പോൾ നിങ്ങളുടെ ഈ BJP ലോകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ചാണക ലോകത്ത് എല്ലാവർക്കും ജീവിക്കാൻ പറ്റണമെന്നില്ല ചേട്ടാ. ഇതിന്റെ താഴെ ഞാൻ 2 വീഡിയോസും കൂടെ ചേർക്കട്ടെ, നിങ്ങൾ കണ്ടു നോക്കും. ഒന്ന്, ഡസ്റ്റ്ബിന്നില് ദൈവമാണെന്ന് കരുതിയിട്ട് ആരൊക്കെ 2 ഫ്ലവേഴ്സ് ഉപേക്ഷിച്ചത് കണ്ടിട്ട് നോർത്തിലെ കുറെ ആൾക്കാർ അവിടെ വീണ്ടും പൂക്കൾ കൊണ്ട്. എന്റെ പൊന്നു സുഹൃത്തെ, ഇതൊരു പ്രത്യേക ലോകമാണ് ഇവർക്കുള്ളത്. ഇവർക്ക് ഡസ്റ്റ്ബിന് മാത്രമല്ല, ഇവർക്ക് ഒരിക്കൽ കക്കൂസ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ കക്കൂസ് അടക്കം ഇവർ പൂച്ച ആൾക്കാരാ. എന്തിനേറെ നമ്മുടെ കേരളം വിട്ട് തമിഴ്നാടൊക്കെ വിട്ടിട്ട് നമ്മൾ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അപ്പം തന്നെ അറിയാം ഈ കക്കൂസിന്റെ പ്രാധാന്യം. ഇവന്മാർക്ക് അതൊന്നും അറിയില്ല. ഇവർക്ക് നേരം പോലെ എവിടെയാണ് ശൗചാലയം ഉപയോഗിക്കേണ്ടത്, കക്കൂസിൽ പോകണോ. ഇവരിപ്പോഴും പല ആൾക്കാർ രാവിലെ ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് ഈ റോഡ് സൈഡിൽ പോയിട്ട് കാര്യം സാധിക്കുന്ന ആൾക്കാരാ. അതിലൊരു നാണവുമാനം അവർക്കില്ല. വണ്ടികൾ പോണ കണ്ടാലും കണ്ടില്ലെങ്കിലും അതിൽ അവർക്കൊരു നാണവുമില്ല. അതവർ വളരെ പുണ്യമായിട്ട് അവർ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ഈ ഒരു ടീമിനോടൊക്കെ നമ്മളൊക്കെ പോയിട്ട് വികസനത്തെക്കുറിച്ചും മറ്റൊക്കെ പറയുമ്പോൾ അതുകൊണ്ടാണ് ഇവന്മാർക്ക് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. കാരണം നമ്മുടെ ഒരു വീട്ടിൽ 4 മുറി ഉണ്ടെങ്കിൽ മിക്കവാറും ഒരു 6-7 ചിലപ്പോൾ ബാത്റൂം അടക്കം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പുറത്തുണ്ടായിരിക്കും 2 പേര്, പുറമേ ഉള്ള ആൾക്കാർ ഉപയോഗിക്കും. ഇനി പുറത്ത് പോയി ഉപയോഗിക്കാൻ യൂറോപ്യൻ മോഡൽ വേറെ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഇന്ത്യൻ മോഡൽ വേറെ കക്കൂസ് ഉണ്ടാക്കി വയ്ക്കും. നമുക്ക് അതിനൊരു മടിയില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ ഇവന്മാർക്ക് ഇതൊക്കെ വളരെ അത്ഭുതമുള്ളൊരു കാര്യമാണ്. എന്തായാലും ഈ കുട്ടികളൊക്കെ കാര്യമൊക്കെ വലിയ കഷ്ടമാണ്. കാരണം അവർക്കൊക്കെ ഇമാതിരി ഏർപ്പാടുകളൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നത്. എന്തായാലും ചേച്ചി വളരെ വൃത്തിയായിട്ട് അവർക്ക് പണി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ചേട്ടനും മതിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബൈ.